വേദപുസ്തകത്തിലെ ശ്രദ്ധേയനായ ഒരു ദൈവദാസനാണ് യൂദ. ഒറ്റ ലേഖനമേ എഴുതിയിട്ടുള്ളൂ. പണ്ട് ആരോ പറഞ്ഞു, അയാൾ കെട്ടിയാന്ന് ചത്താലെന്ന, 30 കാശിന് വിറ്റാലെന്ന, നല്ലൊരു പുസ്തകം എഴുതിയിട്ടാണല്ലോ അയാൾ ചത്തതെന്ന് പറയുകയുണ്ടായി. അയാളല്ല ഈ പുസ്തകം എഴുതിയത്. ഈ പുസ്തകം എഴുതിയത് യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയയിൽ ജോസഫിനുണ്ടായ തൻ്റെ അർത്ഥ സഹോദരനായ യൂദയാണ് ഈ പുസ്തകം എഴുതിയത്. എഴുതാൻ ഉദ്ദേശിച്ചത് വിശ്വാസത്തെക്കുറിച്ചല്ല, നമുക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ചാണ്. ആ രക്ഷ എത്ര ശ്രേഷ്ഠമാണെന്ന് എഴുതേണ്ടത് വളരെ അത്യാവശ്യമാകയാൽ രക്ഷയെക്കുറിച്ച് എഴുതാൻ തുടങ്ങിയെങ്കിലും താൻ എഴുതി വന്നത് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചാണ്. ആ വിശ്വാസത്തെക്കുറിച്ച് എഴുതി വന്നപ്പോൾ തന്നെ അവസാനിപ്പിക്കുന്ന വാക്യമാണ് വീഴരുത്. വീണ കുറേ പേരുടെ കാര്യം എഴുതിയിട്ടാണ് ഈ കാര്യം എഴുതിയത്. ഇതിനകത്ത് 6 സംഭവങ്ങളാണ് പഴയ നിയമത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് തന്നിക്കൂടെ പുതിയ നിയമത്തിൻ്റെ അവസാന പുസ്തകത്തിൽ എഴുതി വെപ്പിച്ചത്. 1, സ്തോത്രം. അപ്പോൾ എല്ലാം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഈ കൊച്ചു പുസ്തകത്തിൽ 25 വാക്യമുള്ളെങ്കിലും പ്രിയമുള്ളവരെ എന്ന് 3 പ്രാവശ്യം വിളിച്ചിരിക്കുക. 3-ാമത്തെ വാക്യം, 17-ാമത്തെ വാക്യം, 20-ാമത്തെ വാക്യം, അവിടെ എല്ലാം പ്രിയമുള്ളവരെ എന്ന. അപ്പോൾ ഇത് പരസ്യയോഗത്തിൽ പ്രസംഗിക്കേണ്ട വാക്യമല്ല, കൺവെൻഷനിൽ പറയേണ്ട വാക്യമല്ല, ഇത് സഭായോഗത്തിൽ പറയേണ്ട വാക്യമാണ്. കാരണം നമ്മളെ വിളിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. ഒരല്ലേലൂയ പറഞ്ഞത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ എന്ന് വിളിച്ച് തുടങ്ങുന്ന പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന 6 പഴയ നിയമ കാര്യങ്ങൾ. 1, മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചു. ഏത് കൈ കൊണ്ട് രക്ഷിച്ചോ ആ കൈ കൊണ്ട് നശിപ്പിച്ചു. സ്തോത്രം. ദൈവം നശിപ്പിക്കുമോ? നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ എനിക്ക് വിരോധമില്ല. ദൈവം നശിപ്പിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് യൂദയിലൂടെ എഴുതിയിരിക്കുകയാണ്, ഒരിക്കൽ രക്ഷിച്ചു, പക്ഷേ അവിശ്വാസം നിമിത്തം പിന്നത്തേതിൽ നശിപ്പിച്ചു. അവിശ്വാസം അത്ര വലിയ പാപമാണോ? ദൈവം നശിപ്പിക്കത്തക്ക പാപമാണോ അവിശ്വാസം? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നശിപ്പിക്കപ്പെടുന്നവരുടെ ഒരു ചെറിയ പട്ടിക വെളിപ്പാടുകാരൻ പറഞ്ഞു. അതിന് 2-ാമത്തെ കാര്യം ഇങ്ങനെ, ഒന്ന് വായിച്ചെടുത്തവര്: ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, വ്യഭിചാരികൾ എന്നിവർക്കുള്ള ഓഹരി, തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്ക. അങ്ങനെയാണ് അവിശ്വാസിക്ക് ലഭിക്കാൻ പോകുന്ന ഓഹരി തീപ്പൊയ്കയായതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നു, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടവർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കരുത്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മോശയെ ദൈവം വിളിച്ചത് ലോക്കൽ പാസ്റ്ററായിട്ടല്ല, സെൻട്രൽ പാസ്റ്ററായിട്ടല്ല, വൈസ് പ്രസിഡന്റ് ആയിട്ടല്ല, സെക്രട്ടറി ആയിട്ടല്ല, ഓവർസിയർ ആയിട്ടല്ല, പ്രസിഡന്റ് ആയിട്ടല്ല, സൂപ്രണ്ട് ആയിട്ടല്ല, ദൈവമായിട്ടാ വിളിച്ചേ. നിങ്ങൾ സ്വത്രം പറഞ്ഞില്ല. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ദൈവം മോശയെ വിളിച്ചപ്പോൾ മിസ്രയീമിന്റെ മുമ്പിൽ, ഫറവോന്റെ മുമ്പിൽ ദൈവമായിട്ട് വിളിച്ചു. ഒരു സ്വത്രം ഈ പകൽ പറയണം. ആ വാക്യം മാത്രം വച്ചാ ഒന്ന് വായിച്ചേരെ. പുറപ്പാട് 7-ന്റെ 1. യഹോവ മോശയോട് അരുളി ചെയ്തത്, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. ഒരു സ്വത്രം പറയണം. ഇവിടെ ലോക്കലാക്കിയവരുണ്ട്, സെൻട്രൽ ആക്കിയവരുണ്ട്, പ്രസിഡന്റ് ആക്കിയവരുണ്ട്, പക്ഷെ ദൈവമാക്കിയ ഒരാളെ ഉള്ളൂ ഈ ഭൂമിയിൽ, അത് മോശയാ. അല്ലെങ്കിൽ ദേശത്തിന്റെ പ്രതികൂലത്തിന്റെ ശക്തി അനുസരിച്ച നിന്റെ ശുശ്രൂഷയുടെ മേൽ പകരുന്ന അധികാരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് പകൽക്കാലം നിനക്ക് തന്നെ കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ, 430 വർഷമായി ദൈവത്തിന്റെ ജനത്തെ കെട്ടിവെച്ചിട്ട് അഭിഷക്തൻ പറഞ്ഞതുപോലെ 1000 അടിമകൾ ഒന്നിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന വലിയ കല്ലുകൾ, അവന്റെ പാണ്ഡികശാലകളും സംഭാര നഗരങ്ങളും പണിയുവാൻ പിശാച് 10
ഭക്തന്മാരെ ഉപയോഗിച്ചെങ്കിൽ ആ കെട്ടഴിക്കാൻ അഭിഷേകം കൊടുത്തോട് പറഞ്ഞു, നിന്നെ ഞാൻ അയക്കുന്നത് ലോക്കലായിട്ടോ സെൻട്രായിട്ടോ കേന്ദ്രമായിട്ടോ അല്ല, നിന്നെ ഞാൻ ദൈവമായിട്ട് അയക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ കരങ്ങൾ ഉപയോഗിക്കുന്ന ഒരഭിഷേകം നിന്റെ മേൽ പകരുവാൻ വിശ്വസിക്കുന്നവര് മാത്രം കരമടിച്ച് ഒരു പുതിയ നിയോഗത്തിന്റെ നിയമത്തിന്റെ അധികാരം നിനക്ക് തരുവാൻ മോശെ, നീ കൈ ചൂണ്ടിയാൽ ചെങ്കട രണ്ടായിക്കോളും, കാരണം നീ ദൈവമാണ്. നീ വടി കൊണ്ട് പാറ തൊട്ടാൽ വെള്ളം ചാടി പുറപ്പെട്ടോളും, കാരണം നിന്റെ മേൽ പകർന്നേക്കുന്ന അഭിഷേകം ദൈവത്തിന്റെ അഭിഷേകമാണ്. സ്വോത്രം പറയണം. നീ പൊടിയെ തൊട്ടാ പേനാകും, നീ സൂക്ഷിച്ച് തൊട്ടാൽ അത് നായിച്ചിയാകും, നീ മേളിലോട്ട് കൈ ഉയർത്തിയാൽ കൽമനയാകും. നീ വടി കൊണ്ട് വെള്ളത്തെ തൊട്ടാൽ രക്തമാകും. നീ എന്ത് ചെയ്യണമോ അത് തീരുമാനിക്കും നടക്കാൻ നിന്റെ മേൽ പകർന്ന അഭിഷേകം. ഇന്ന് പകൽ അഭിഷക്തന്മാരോട് പറയുന്നു, ഈ 2023 ഒരു ചെറിയ അഭിഷേകമല്ല അഭിഷക്തന്മാരുടെ മേൽ പകരുന്നത്. ഇന്ന് പകൽക്കാലം നീ ആഗ്രഹിക്കുന്ന ദൈവപ്രവൃത്തി നിന്നെ കൂടെ വെളിപ്പെടുത്തേണ്ടതിന് വിശ്വസിക്കുന്നവര് മാത്രം കരമടിച്ച് Praise the Lord. വീട് വിട്ട് ഓടിപ്പോയ മോശ 40 വർഷം മരുഭൂമി കരഞ്ഞുകൊണ്ട് ആടുകളെ മേയിച്ചു. ഓരോ മരുഭൂമിയുടെ മണൽത്തരിയിലും ആ കണ്ണുനീര് വീണ് കാണും. ആ കണ്ണുനീര് ലോകത്തിൽ ആരും കണ്ടില്ല. തന്റെ പെങ്ങൾ മിരിയാം അത് കണ്ടില്ല, തന്റെ ചേട്ടൻ അഹരോൻ അത് കണ്ടില്ല, തന്റെ അമ്മയും അപ്പനും അത് കണ്ടില്ല. താൻ വളർന്നു വന്ന മിസ്രൈമിൽ ഈജിപ്തിലെ ഫറവോന്റെ വീട്ടിലെ ആ ഫറവോന്റെ പെങ്ങൾ അത് കണ്ടില്ല, ആരും അത് കണ്ടില്ല. പക്ഷെ സ്വർഗം അതെല്ലാം കുറിച്ചു വെച്ചു. 40 വർഷം കരഞ്ഞ് ഓരോ തുള്ളി വെള്ളം മരുഭൂമിയിൽ വീണപ്പോൾ ചുട്ടുപൊള്ളുന്ന ചൂടുകൊണ്ട് അതെല്ലാം നീരാവിയായി പോയി. പക്ഷെ ദൈവം പറഞ്ഞു, കരഞ്ഞോ മോനെ, 40ാമത്തെ വർഷത്തിലാകുമ്പോൾ ഈ കണ്ണുനീരിനെ കത്തുന്ന മുൾപ്പറപ്പിലെ തീയാക്കി വെളിപ്പെടുത്താൻ എന്നെ കൊണ്ട് കഴിയും. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആരും കാണാതെ നീ ഇന്നലകളുടെ യാതനകളിൽ കത്തതകളിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ കരഞ്ഞ കണ്ണുനീരല്ല ഒരു തീജ്വാലയായി ഉയർത്തി ഒരു അഭിഷേകത്തോടെ ഇന്ന് പകൽ മടക്കി വരുത്തുമെന്ന് ഇന്ന് പകരം ദൂത് നീ ഏറ്റെടുത്തോണം കേട്ടോ. നീ ഒറ്റപ്പെട്ട വ്യക്തിയായിരിക്കും, വീട് വിട്ട് പലായനം ചെയ്ത വ്യക്തിയായിരിക്കും, അപ്രതീക്ഷിതമായ പ്രതിസന്ധിയിൽ നീ ഓടിപ്പോയവനായിരിക്കും. പക്ഷെ ആരും കാണാതെ മിഥ്യാന്യ പുരോഹിതന്റെ ആടുകളെ മേയിച്ച് മരുഭൂമിയിൽ കരഞ്ഞ് കരഞ്ഞു പോകുമ്പോൾ സ്വർഗം പറഞ്ഞു, കുഞ്ഞെ ഒരു സമയം നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ഒരു സമയം നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ആരോടോ പറയുന്നു, ഒരവസരം ദൈവം വെച്ചിട്ടുണ്ട്, ഒരവസരം ദൈവം വെച്ചിട്ടുണ്ട്. നിന്നെ അംഗീകരിക്കാതെ നിന്നെ ആട്ടി ഓടിച്ച മണ്ഡലത്തിൽ നിന്നെ തേടി വരുന്നത് പോലെ ഒരു ദിവസം നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാനിന്ന് പകൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. മോശയെ ദൈവം അഭിഷേകം ചെയ്ത് മിസ്രൈമിലേക്ക് അയച്ചു. അഹരോനെ തന്റെ നാവിന് പകരമാക്കി, മിരിയാമിനെ തന്നെ ശുശ്രൂഷയ്ക്ക് സഹായിയെ. നിങ്ങളൊരു വാക്യം വായിക്കണം, മീകയുടെ പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം. മീക 6:4. മീകയുടെ പുസ്തകം 6:4. ഞാൻ നിന്നെ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു, അടിമ വീട്ടിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തു, മോശയെയും അഹരോനെയും മിരിയാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു. 3 ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുകയാണ്. ഒരു ജനത്തിന് 30 ലക്ഷത്തോളം വരുന്ന ഒരു ജനസമൂഹത്തെ നടക്കാൻ ഒരു വീട്ടിൽ നിന്ന് 3 ലീഡേഴ്സ് നിന്റെ മുമ്പിൽ നടക്കാൻ, പുറകിൽ നടക്കാനല്ല, മുമ്പിൽ നടക്കാൻ. 1 മോശ, 2 അഹരോൻ, 3 മിരിയാം. ഹല്ലേലൂയ. ഒരമ്മയ്ക്ക് പറ്റ ഒരപ്പനുണ്ടായ 3 മക്കളെ ഒരു മഹാസൈന്യത്തിന്റെ, ഒറ്റവാക്കി പറഞ്ഞാൽ മരുഭൂമിയിലെ സഭയുടെ ലീഡറായി നിൽക്കാൻ ഒരു വീട്ടിൽ നിന്ന് 3 പേരെ തിരഞ്ഞെടുത്തു. 1 മോശ, 1 മിരിയാം, 1 അഹരോൻ. പ്രായക്രമം അനുസരിച്ചാണെങ്കിൽ മിരിയാം അഹരോൻ മോശ എന്ന് എഴുതേണ്ടത് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന പ്രായക്രമം അനുസരിച്ചല്ല, വിളിയുടെ നിയോഗം അനുസരിച്ച. അതനുസരിച്ചാണ് എഴുതിയേക്കുന്നത്. മോശ, അഹരോൻ, മിരിയാം.
ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇറങ്ങിപ്പുറപ്പെട്ട ജനം ലീഡേഴ്സായി നിന്നുകൊണ്ട് ജനത്തെ മുൻപോട്ട് കൊണ്ടുപോയി ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ ചെന്നു. അവർക്ക് കൊടുക്കേണ്ടതെല്ലാം ദൈവം കൊടുത്തു. വിശന്നപ്പോൾ മന്ന പൊഴിച്ചു കൊടുത്തു, ദാഹിച്ചപ്പോൾ വെള്ളം കൊടുത്തു. അവർക്ക് പകലിൽ മേഘസ്തംഭം കൊടുത്തു, രാത്രിയിൽ അഗ്നിത്തൂണ് കൊടുത്തു. ചെരുപ്പ് പഴകിയില്ല, വസ്ത്രം പഴകിയില്ല. അങ്ങനെ ജയകരമായി നടത്തുക. കൈപ്പുള്ള മാറയെ മധുരമാക്കി കൊടുത്തു. ഇതെല്ലാം കൊടുത്ത് ഇസ്രായേൽ മക്കൾക്ക് ഇറച്ചി വേണമെന്നൊരു ആഗ്രഹമുണ്ടായി. ഇറച്ചി വേണമെന്ന ആഗ്രഹമുണ്ടായപ്പോൾ അവർ ദൈവത്തോട് പറഞ്ഞു, മോശയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇറച്ചി വേണം. വിശ്വാസവീരനായ മോശ, ശ്രദ്ധിച്ചു കേൾക്കണേ, വിശ്വാസവീരനായ മോശ, ദൈവമാക്കിയ മോശ ഇപ്പൊ പറയണം, ഞാൻ നിങ്ങൾക്കെല്ലാം കൂടെ എവിടെ നിന്ന് ഇറച്ചി തരാനാ? അവൻ ആകെ ടെൻഷനായി. ഇന്നലകളിൽ അത്ഭുതം ചെയ്ത ദൈവത്തിന്റെ അത്ഭുതം കണ്ട മനുഷ്യൻ ഇന്നത്തെ ഒരു ചെറിയ പ്രശ്നത്തിന് മുമ്പിൽ ആകെ ടെൻഷനായി. ആ ടെൻഷനായ മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, വലിയ സങ്കടം ദൈവമേ, ഇവരെല്ലാം കൂടെ എന്നോട് ഇറച്ചി ചോദിക്കുന്നു, ഞാൻ ഇവർക്കെല്ലാം കൂടെ എവിടെ നിന്ന് ഇറച്ചി കൊടുക്കാനാ? എന്നെ കൂടെ മാർഗമില്ല. ദൈവം പറഞ്ഞു, കുഞ്ഞെ, ചെറിയൊരു കാര്യല്ലേ, നാളെ കൊടുക്കുമെന്ന് പറ. നാളെ മാത്രമല്ല, ഒരു ദിവസം മാത്രമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, അടുത്ത 30 ദിവസം മുഴുവൻ ഇവന്മാർക്കെല്ലാം ഇറച്ചി ഞാൻ കൊടുക്കുമെന്ന് നീ അവരോട് പറയാൻ പറഞ്ഞു. ഇന്നലകളിൽ അത്ഭുതം ചെയ്ത ജനത്തിന് മുമ്പ് ദൈവമാക്കി പുള്ളിക്കാരൻ ചോദിക്കുകയാണ്, ഇവർക്കെല്ലാം കൂടെ ഇറച്ചി 30 ദിവസം കൊടുക്കുമെന്ന് പറയാൻ നീ എവിടുന്ന് കൊടുക്കാനാ? പ്രൈസ് ദി ലോർഡ്. അവിശ്വാസമില്ലാത്ത മോശയുടെ ഹൃദയത്തിൽ എന്തോ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. നൈൽ നദിയെ രക്തമാക്കിയ മനുഷ്യൻ, പാറയിൽ നിന്ന് വെള്ളം ചാടിച്ച മനുഷ്യൻ, നായീച്ചയും പേനും കൽമഴയും എല്ലാം പെയ്യിച്ച മനുഷ്യൻ, ചെങ്കടൽ 2ആക്കിയ മനുഷ്യൻ, മാറയെ മധുരമാക്കിയ മനുഷ്യൻ ഇപ്പൊ ചോദിക്കാൻ ഇറച്ചി എവിടെ നിന്ന് കൊടുക്കാനാ? എന്നിട്ട് ചോദ്യങ്ങൾ നിന്നില്ല. ഇവർക്കെല്ലാം കൂടെ ഇറച്ചി കൊടുക്കാൻ കാട്ടിലെ മൃഗത്തെയെല്ലാം നീ പിടിക്കുമോ? ആകാശത്തിലെ ആകാശത്തിലെ പക്ഷികളെ നീ പിടിക്കുമോ? കടലിലെ മത്സ്യത്തെ പിടിക്കുമോ? ചോദ്യങ്ങളുടെ ഒരു പെരുമഴ തന്നെ മോശ ദൈവത്തിന്റെ മുമ്പിൽ വെച്ചു. ദൈവം പറഞ്ഞു, എൻ്റെ മോശ, നീ ഇങ്ങനെ വെപ്രാളം പിടിക്കാതെ, എനിക്കിതെല്ലാം കൂടെ ചെയ്യാൻ ചെറിയൊരു കാറ്റിന്റെ കേസേ ഉള്ളൂ. സ്വോത്രം പറഞ്ഞില്ല. ഇന്ന് രാവിലെ നീ അവിശ്വസിക്കുന്ന മൊത്തം പ്രശ്നം പരിഹരിക്കാൻ എൻ്റെ ദൈവത്തിന് കാട് വേണ്ട, എൻ്റെ ദൈവത്തിന് കടല് വേണ്ട, എൻ്റെ ദൈവത്തിന് ആകാശം വേണ്ട, ഒരു ചെറിയ കാറ്റടിച്ചാൽ മതി. ഇന്ന് പകലും ഈ പന്തലിനകത്ത് അഭിഷേകത്തിന്റെ ഒരു കാറ്റടിച്ചാൽ പരിഹരിക്കാത്ത പ്രശ്നമില്ല. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കൂടാരത്തിലേക്കും നിന്റെ ചോദ്യങ്ങളിലേക്കും ആ ആത്മാവിന്റെ കാറ്റ് ഇന്ന് പകൽക്കാലം അടിക്കുമെങ്കിൽ ഇതുവരെ നിന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്ത ചിലത് ഇന്ന് പകൽക്കാലം പറപ്പിച്ച് ചിറക് മുളപ്പിച്ച് നിന്റെ കൂടാരത്തിൽ കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഓ ജീവാരബലഗസ്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ചോദ്യം ചോദിക്കുന്നത് സാധാരണ വ്യക്തിയല്ല. ചോദ്യം ചോദിക്കുന്നത് കഴിഞ്ഞ ദീർഘനാളുകൾ ദൈവത്തിന്റെ അത്ഭുതം നേരിട്ട് നടത്തിയ മനുഷ്യൻ ഒരു ചെറിയ പ്രശ്നത്തിന് മുമ്പിൽ പതറിപ്പോയി. അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. നീതിയുള്ള ദൈവം അവനോട് ക്ഷമിച്ചിട്ട് ജനത്തിന് ഇഷ്ടം പോലെ ഇറച്ചി കൊടുത്തു. അവര് തിന്നു, അവരുടെ വയറ് നിറഞ്ഞു, അവർ ഉമിറ്റ് ചെയ്തു, അവരുടെ മൂക്കിക്കൂടെയും വായിക്കൂടെയും ഒക്കെ വേസ്റ്റ് ചാടി. ആകെ പ്രശ്നമായി കഴിച്ചോണ്ടിരിക്കുമ്പോൾ വലിയൊരു സംഹാരമുണ്ടായി. ദൈവമേ, നീ കൊടുത്ത ഇറച്ചി കഴിച്ചോണ്ടിരിക്കുമ്പോൾ മരിക്കണമെങ്കിൽ പക്ഷി വിഷബാധയൊന്നും അല്ല ഉണ്ടായ കേട്ടോ. എന്താ സംഭവിച്ചെന്നറിയാമോ? അവിശ്വസിച്ച ഒരു തലമുറയെ ആ മരുഭൂമി തിന്നോണ്ടിരിക്കുമ്പോൾ നശിപ്പിച്ചു കളഞ്ഞു. ആ കാര്യം യൂദ എഴുതിയിരിക്കുകയാണ്. മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചു, കഴിക്കാൻ ഇറച്ചി കൊടുത്തു, പക്ഷെ മരുഭൂമി നശിപ്പിച്ചു. നിന്നെ വിളിച്ചിറക്കിയത് നന്മ പ്രാപിച്ചിട്ട് കഴിച്ചോണ്ടിരിക്കുമ്പോൾ നശിക്കാനല്ല. ഇന്ന് പകൽക്കാലം സ്വർഗം പറയുന്നു, പ്രാപിച്ച നീ വീഴരുത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എല്ലാവരോടുമായി ദൈവം പറയുന്നു, മരുഭൂമിയിൽ നിന്നെ കരം പിടിച്ചിറക്കിയത് വഴിയിൽ നശിക്കാനല്ല. വിശ്വസിക്കുന്നവന് മാത്രം ആ കരമൊന്നടിച്ച് ദൈവത്തെ സ്തുതിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ മരുഭൂമിയിൽ നശിച്ചുപോയി.
ഓ ഹല്ലേലൂയ. ഞാൻ ഈ വേദഭാഗം ധ്യാനിച്ച് ഭയപ്പെട്ടു പോയി കേട്ടോ. വിളിച്ചിറക്കിയത് വാഗ്ദത്ത കനാനി കൊണ്ടുപോകാനാ. വിളിച്ചിറക്കിയത് പാലും തേനും ഒഴുകുന്ന കനാനി കൊണ്ടുപോകാനാ. വിളിച്ചിറക്കിയത് വല്യപ്പനോടുള്ള വാഗ്ദത്തം നിവർത്തിക്കാനാ. പക്ഷെ വിളിച്ചിറക്കിയവൻ തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവിശ്വാസം പറഞ്ഞ ഒറ്റ കാരണത്താൽ അക്കരയ്ക്ക് പോയില്ല, വഴിയിൽ വെച്ച് നശിച്ചു. അത് ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളോട് പറയുകയാണ്, നിൽക്കുന്നെന്ന് തോന്നുന്നവൻ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2023 കൃപ കൃപ എന്നെ ആണിക്കല്ല് കയറ്റി നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ ഇന്ന് പകൽക്കാലം സൂക്ഷിക്കണം. ദൂത് ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ ആ കരമുയർത്തി, ആ ശബ്ദമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. സ്നേഹിത, വീഴരുത്. എല്ലാം പറയാൻ അവസരമില്ലല്ലോ. ഈ മിരിയാമിനെയും അഹരോനെയും ദൈവം തിരഞ്ഞെടുത്തു ലീഡേഴ്സായിട്ട് മോശയുടെ കൂടെ നിൽക്കാൻ. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അല്ല, അടുത്ത വാക്യം ഇങ്ങനെയാണ്: സ്വന്തം വാഴ്ച കാത്തുകൊള്ളാതെ ദൂതന്മാരെ ചങ്ങലക്കിട്ടു. 3, സോദോമും ഗോമോറയും ദുർനടപ്പാചരിച്ചു, അന്യജടം മോഹിച്ചു, നിഗ്നാക്തിക്കായി സൂക്ഷിച്ചു. അടുത്തത്, ജഡത്തെ മലിനമാക്കി, കർത്തൃത്വത്തെ തുച്ഛീകരിച്ചു. അത് മാത്രം ഒന്ന് പറയാം. എൻ്റെ പിന്നാലെ ശ്രേഷ്ഠന്മാർ ഇനിയും ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വേഗം നിർത്താം. നിങ്ങൾ ശ്രദ്ധിച്ച് ആ ഒറ്റ കാര്യം പറയാം. യൂദ പറയുകയാണ്, സ്വന്തം വാഴ്ച കാത്തുകൊള്ളാതെ, ആ ബാക്കി ഒന്ന് വായിച്ചു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സോദോമും ഗോമോറായും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ച് അന്യജടം മോഹിച്ചു നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദൂഷിക്കുകയും ചെയ്യുന്നു. ഒന്ന് ശ്രദ്ധിക്കണം, വായിച്ചുകൊണ്ടിരിക്കല്ലേ. അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമുള്ളൂ. കർത്തൃത്വത്തെ തുച്ഛീകരിച്ചു, മഹിമകളെ ദൂഷിച്ചു. നമ്മുടെ സംഖ്യാപുസ്തകം 12-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അവിടെ ഒരു പ്രധാന സംഭവമുണ്ട്. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തത് നിമിത്തം അഹരോനും മിരിയാമും മോശയ്ക്ക് വിരോധമായി സംസാരിച്ചത് എന്തുവാ? യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. ഒന്ന് ശ്രദ്ധിക്കണേ. മോശ 2 കല്യാണം കഴിച്ചെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അങ്ങനെയില്ല, ഒരു കല്യാണമേ കഴിച്ചിട്ടുള്ളൂ. ആ കല്യാണം കഴിച്ച സ്ത്രീയാണ് കൂശ്യ സ്ത്രീ. കൂശ്യര് പാർക്കുന്ന സ്ഥലമാണ് മിദ്യാൻ. സ്തോത്രം. ഏതാണ്ട് കെയ്റോ എന്ന് പറയുന്ന ഈജിപ്തിലെ പറവോൻ ഭരിച്ച തലസ്ഥാന നഗരിയിൽ നിന്ന് 400-നും 430-നും മൈൽ അകലെ കിടക്കുന്ന ആഫ്രിക്കയിലെ മറ്റൊരു രാജ്യമാണ് മിദ്യാൻ. അപ്പൊ ഏകദേശം മോശ പറവോന്റെ കൊട്ടാരം വിട്ട് മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി ഓടിപ്പോയ പോക്ക് 400-ലധികം മൈലുകൾ ഓടിപ്പോയി മിദ്യാനിൽ ചെന്ന് പാർത്തു. അവിടെ കൂശ്യർക്കിടയിൽ പ്രവർത്തിക്കുന്ന ആ മിദ്യാന്യ പുരോഹിതന്റെ മകളെ കല്യാണം കഴിച്ചു. ആ സ്ത്രീയുടെ പേരാണ് കൂശ്യാസ്ത്രീ. നമ്മളിനി ഏത് ഫെയറല്ലവടി പുരട്ടിയാലും പയറുപൊടി പുരട്ടിയാലും കൂശ്യന്റെ തൊക്ക് വെളുക്കത്തിലെന്ന് പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നു. അതുകൊണ്ട് വെറുതെ എമ്മനെക്കടരുത്. സ്തോത്രം. പുള്ളിയുടെ പുള്ളിയും മാറത്തില്ല, കൂശ്യന്റെ തൊക്ക് വെളുക്കത്തുമില്ല. അതുകൊണ്ട് വെറുതെ നമ്മൾ പയറാൻലവരി മേടിച്ച് സമയം കളയരുത്. തന്ന നിറം നല്ലതാന്ന് പറഞ്ഞ് സ്തോത്രം പറഞ്ഞോണം. ഒരല്ലേലിയ പറഞ്ഞത്. ഈ കല്യാണം കഴിച്ച് മോശയ്ക്ക് 2 പിള്ളേരൊക്കെ ഉണ്ടായെങ്കിലും ഈ കോരേബിൽ വെച്ച് ദൈവം വെളിപ്പെട്ടിട്ട് ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ ഭാര്യയും പിള്ളേരെയും കൂടെ കൊണ്ടുവന്നില്ല. വന്ന് ഈ വിടുതലെല്ലാം നടന്ന് ചെങ്കടല കടന്ന് അക്കരയ്ക്ക് പോയി കഴിഞ്ഞാണ് ഈ മിദ്യാന്യ പുരോഹിതൻ അമ്മായിയപ്പന് ഈ ഭാര്യയും കൂട്ടിക്കൊണ്ട് മോശയുടെ അടുക്കലേക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് വരുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ സുന്ദരിയായ മിരിയാം ഈ നാത്തൂനെ കാണുന്നത്. നാത്തൂനെ കണ്ടപ്പോൾ എൻ്റെ നാത്തൂൻ ഈ സൈസാന്ന് പുള്ളിക്ക് മനസ്സിലായത്. ദൈവത്തിന് സ്തോത്രം. കൂശ്യരെ പെട്ടെന്ന് പിടികിട്ടാൻ ഞാൻ പറയാം, തലമുടി കയറാത്ത ചീപ്പ്, തടിച്ച 2 ചെറി, തടിയുള്ള കറുത്ത
ശരീരമൊക്കെയുള്ള ഈ ആഫ്രിക്കൻ വംശത്തിൽപ്പെട്ട ആളുകളാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ സുന്ദരിയായ മിരിയാവിന് പ്രയാസം. മിരിയാം ആരാന്നറിയാമോ? നല്ല പരിജ്ഞാനമുള്ള പെങ്കൊച്ച്. എത്ര വയസ്സിലാ? 10 വയസ്സുള്ളപ്പോൾ ഈ ആങ്ങളയെ കൊണ്ട് നൈൽ നദിയിൽ ഇട്ട് കഴിഞ്ഞ ഉടനെ അല്ലെ ഫറവോന്റെ പുത്രി കുളിക്കാൻ വന്നുടനെ ഈ കൊച്ചു ഓടിച്ചെന്ന് ചോദിച്ചു, ഈ കൊച്ചന് മുലപ്പാൽ കൊടുക്കാൻ ഞാനൊരു മിസ്രൈമിലുള്ള ഒരു അടിമപ്പെണ്ണിനെ വിളിച്ചോണ്ട് വരട്ടെ. നോക്കിയേ, ആ ഈജിപ്തിലുള്ള ഇസ്രായേലി അടിമയെ ഈ കൊച്ചിന് പാല് കൊടുക്കാൻ ഞാൻ വിളിച്ചോണ്ട് വരട്ടെന്ന് ചോദിച്ചു. ന്യായമായിട്ട് 10 വയസ്സുള്ള കൊച്ചു ചോദിക്കണ്ടേ, ഈ കൊച്ചൻ്റെ മമ്മിയെ എനിക്കറിയാം, ഞാൻ വിളിച്ചോണ്ട് വരട്ടെ പാല് കൊടുക്കാൻ എന്നാ ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ പറയേ എൻ്റെ അമ്മയെ വിളിച്ചോണ്ട് വരാം എന്നാ ചോദിക്കും. ഇത് രണ്ടും പറഞ്ഞ കേസാ. കാരണം രാജാവിന് കൽപ്പന ലംഘിച്ച 3 മാസം ഒളിച്ചു വെച്ച്. അതുകൊണ്ട് ഇത് വരാതിരിക്കും. 10 വയസ്സുള്ളപ്പോൾ നല്ല പരിജ്ഞാനമുള്ള കൊച്ചു പറയുകയാണ്, ഈ കൊച്ചിന് പാല് കൊടുക്കാൻ ഞാൻ ഒരു മിസ്രൈമി ദാസിയെ വിളിച്ചു, ഒരു ഇസ്രായേലിയെ അടിമയെ വിളിച്ചോണ്ട് വരാം. അവൾ പറഞ്ഞു വിളിച്ചോണ്ട് വന്നോളാൻ പറഞ്ഞു. അപ്പോൾ 10 വയസ്സിൽ പരിജ്ഞാനമുള്ള കൊച്ച് കന്യകയാണെന്ന് 8-ാം വാക്യത്തിൽ എഴുതിയേക്കുന്നു. വായിക്കാൻ സമയമില്ലല്ലോ. അവൾ ആലയത്തിൽ തപ്പ് കൊട്ടി പാട്ടുപാടും. അന്ന് ഓർഗനും ഗിത്താറും ട്രബിൾ സെറ്റും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ ഉള്ളതൊരു തപ്പ. അത് കൊട്ടി ഉള്ള ആയുധം കൊട്ടി ആരാധിക്കാൻ അറിയാവുന്ന പെങ്കൊച്ച് ഒരല്ലിയ പറഞ്ഞേര്. ആ പാട്ട് പാടുന്ന കൂടെ നൃത്തം ചെയ്യുമായിരുന്നു. എന്നേരം തന്നെ അച്ചാമാരുടെ മുഖത്ത് നോക്കി ദൂതും പറയുമായിരുന്നു. പ്രവാചകിയാണ്, പാട്ടുകാരിയാണ്, നൃത്തം ചെയ്യുന്നവളാണ്, തപ്പ് കൊട്ടുന്നവളാണ്, നല്ല പരിജ്ഞാനമുള്ളവരോട് സ്വന്തം പറഞ്ഞേര്. അവളെ ലീഡറായിട്ട് എടുത്തത്. പക്ഷെ ലീഡർക്ക് ഇപ്പം വയസ്സ് 90 90 വയസ്സുള്ള അമ്മച്ചിക്കും പ്രശ്നം നാത്തൂനുമായിട്ട് ആരാധനയ്ക്ക് വന്ന ഫ്രണ്ടിൽ എല്ലാത്തിനും ഉണ്ടെങ്കിലും വീട്ടിൽ ചെന്നാൽ അന്യായമായ നാത്തൂൻ പോരെടുക്കാൻ ഒരു മടിയുമില്ലാത്ത അമ്മാമ്മ വീട്ടിൽ വഴക്കുണ്ടാക്കിയത് ഒരു ആഫ്രിക്കൻ കേസാ. പക്ഷെ ഇപ്പൊ കയറി പിടിച്ചേക്കുന്ന ശുശ്രൂഷയില. ഹല്ലേലൂയ പറയണം. പ്രശ്നം നാത്തും പോരാ. പക്ഷെ നാത്തും പോര് പറഞ്ഞാൽ ജനത്തെ കയ്യിലെടുക്കാനൊക്കത്തില്ല. അത് നിങ്ങളുടെ വീട്ടുകാര്യം വീട്ടിൽ തീർത്തോളാൻ പറയും. അതിനിപ്പോൾ കയറി പിടിച്ചേക്കുന്നത് ശുശ്രൂഷ നിനക്ക് മാത്രമേ ഉള്ളൂ, അഭിഷേകം നിനക്കേ ഉള്ളൂ, നിന്നെ മാത്രമേ ദൂത് ഏൽപ്പിച്ചുള്ളൂ, ഞങ്ങൾക്കും ദൂതില്ലേ, നിന്നോട് ദൈവം സംസാരിക്കത്തുള്ളൂ, ഞങ്ങളോടും ദൈവം സംസാരിക്കുന്നു പറഞ്ഞ് എവിടെ കയറി പിടിച്ചു? ശുശ്രൂഷ കയറി പിടിച്ചു. ദൈവം ഏൽപ്പിച്ചതൊന്നും നീ കയറി തൊട്ടേക്കല്ലേ. എല്ലാവരും സ്തോത്രം പറയണം. ദൈവം കോരവി പകർന്ന അഭിഷേകത്തെ വീട്ടിലെ നാത്തുമ്പോര് വെച്ചോണ്ട് നീ കയറി കളിക്കാൻ വന്നാൽ അതു ദൈവം കേട്ടു. വീട്ടിൽ പറഞ്ഞ നാത്തുമ്പോര് ദൈവം കേട്ടെന്നല്ല, മോശയുടെ ശുശ്രൂഷയ്ക്കെതിരെ വിരൽ ചൂണ്ടിയത് അതു ദൈവം കേട്ടു. അത് കേട്ടിട്ട് ദൈവം ഇറങ്ങി. ഇന്ന് പകൽ നീ വേറെ കാര്യങ്ങളൊക്കെ ഇടപെട്ടോ, ഞങ്ങളുടെ ദൈവത്തിന് വിഷയമില്ല. പക്ഷെ അഭിഷേകത്തിന് നേരെ നീ വിരൽ ചൂണ്ടിയാൽ അത് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. ദൈവം തന്ന അഭിഷേകത്തിന് നേരെ നീ വിരൽ ചൂണ്ടരുത്. ഓ, സന്തോഷമുണ്ട്. കരം ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. അഭിഷേകത്തിന് നേരെ അവർ വിരൽ ചൂണ്ടി. ദൈവം അത് കേട്ടു. ദൈവം നേരെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഇറങ്ങി. ഈ സ്കൂളിൽ ഉഴപ്പ് കാണിക്കുന്ന പിള്ളേരെ അസംബ്ലിയുടെ മുന്നില് ഹെഡ് മാസ്റ്റർ വിളിക്കുന്ന പോലെ തമ്പുരാൻ പറഞ്ഞു, മോശ, അഹരോൻ, മിരിയാം മുന്നോട്ട് കയറി നിൽക്ക്. ഉടനെ 3 പേരും മുന്നോട്ട് കയറി. മോശ അവിടെ നിൽക്കുക, നിങ്ങൾ രണ്ടും കുറച്ചുകൂടെ കയറി നിൽക്കാൻ പറഞ്ഞു. കുറച്ചുകൂടെ കയറി നിന്നു. എന്നിട്ട് തമ്പുരാൻ ചോദിച്ചു, മിരിയാമേ, അഹരോനെ, എന്റെ ദാസനായ മോശയെ പോലെ സൗമ്യത ഉള്ളവൻ ഭൂതലത്തിൽ വേറെ ആരുമില്ല. നിന്റെ ചോദ്യം ഇവനെ ശുശ്രൂഷ ഉള്ളോന്നല്ലേ? ഉത്തരം കേട്ടോ. ഞാൻ ഒരു മനുഷ്യന് വെളിപ്പാടോ സ്വപ്നമോ കൊടുത്ത് പ്രവചിക്കാൻ ഏൽപ്പിച്ചാൽ വെളിപ്പാടിൽ കൂടെയും പ്രവചനത്തിൽ കൂടെയും പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു സ്വപ്നത്തിൽ കൂടെ മാത്രമേ വെളിപ്പെടുത്താറുള്ളൂ. അല്ലെ ഒരു വെളിപ്പാടിൽ കൂടെ ഉള്ളൂ. നേരിട്ട് ഞാൻ ആരോടും ഒന്നും പറയാറില്ല. പക്ഷെ എൻ്റെ ദാസന മോശയോട് അങ്ങനല്ല, നിങ്ങളോടൊക്കെ ഇടപെടുന്ന പോലെ അല്ല. ഇവനോട് ഞാൻ എന്തേലും പറഞ്ഞാൽ മറപൊരുളായിട്ടൊന്നുമില്ല. എല്ലാം അഭിമുഖം, ഫേസ് ടു ഫേസ് ആണ് ഞങ്ങൾ തമ്മിലുള്ള ഇടപാട്. സ്വത്രം പറയണം. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ വിമർശിക്കുന്നവനും ദൈവം എന്നുള്ള ബന്ധം എന്നാന്ന് നിനക്കറിയത്തില്ല, പക്ഷെ ദൈവത്തിനറിയാം. സ്വത്രം പറയണേ. നീ വിമർശിക്കും മുമ്പേ ഓർത്തോണം ബന്ധം എന്നാന്ന് നീ അറിയണം. മിരിയാമേ, നിന്നോട് ഞാൻ ഇടപെടുന്നത് പോലെ അല്ല ഞാൻ മോശയോട് ഇടപെടുന്നത്. ഞാൻ അവനോട് അഭിമുഖമായി സംസാരിക്കും തന്നെയല്ല, ഞാൻ എന്നെ അവന് കാണിക്കാൻ പോകുകയാണ്. ഓ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ പ്രതിസന്ധി വന്നതുകൊണ്ട് അവന്റെ മുമ്പിൽ ഞാൻ എന്നെ വെളിപ്പെടുത്താൻ പോകുകയാണ്. അങ്ങനെ ഇരിക്കെ മോശയ്ക്കെതിരെ സംസാരിക്കാൻ ശങ്കിക്കാഞ്ഞതെന്ത്? ചോദ്യം കഴിഞ്ഞ് തമ്പുരാൻ മറന്നു.
ഒറ്റ നിമിഷം കൊണ്ട് മിരിയാം ചാവുള്ള പോലെയായി. കുഷ്ഠം വന്നു. അവൾ പാളയത്തിന് പുറത്തടയ്ക്കപ്പെട്ടു. ഈ മിരിയാം അയളെന്നും താനെന്നും ഒക്കെ ഈ മോശയെ വിളിച്ച് സംസാരിച്ചപ്പോൾ കൂടെ നിന്ന് അയളെന്ന് വിളിച്ചാണ് അഹരോൻ. വിളിക്കാമല്ലോ, പ്രായ കൂടുതൽ പുള്ളിക്കാം. സ്തോത്രം. അങ്ങനെ വിളിച്ച അഹരോൻ മിരിയാമിന്റെ മുഖം കണ്ടപ്പോ ഞെട്ടി വിറച്ചോട് പറഞ്ഞു, യജമാനനെ, ഞങ്ങൾ പോഷത്വമായി നീ വിമർശിച്ച അതേ വാ കൊണ്ട് തിരിച്ച് യജമാനെ എന്ന് വിളിപ്പിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നിനക്ക് സൗകര്യം കിട്ടിയപ്പോൾ നിന്റെ ഇച്ഛയ്ക്ക് നിൽക്കാഞ്ഞുകൊണ്ട് അയാളെന്നും താനെന്നും അവനെന്നും ഒക്കെ വിളിച്ച് ശുശ്രൂഷയ്ക്ക് നേരെ വിരൽ ചൂണ്ടിയ നിന്നെ കൊണ്ട് യജമാനെ എന്ന് വിളിപ്പിക്കുന്ന പരിപാടി വിളിച്ച ദൈവത്തിനറിയാം. ഏറ്റെടുക്കുന്നവന് മാത്രം ദൈവത്തെ സ്തുതിക്കണം. വിളിച്ച ദൈവം പറഞ്ഞു, അവൻ യജമാനനെ എന്ന് വിളിച്ചുകൊണ്ട് നെടുമ്പാട് വീണ് കരഞ്ഞു. അവൻ പറഞ്ഞു, മോശേ, നമ്മുടെ സഹോദരൻ മിരിയാം കുഷ്ഠരോഗിയായിരിക്കുന്നു. മോശ ഒരു പാവത്താന. പുള്ളിക്കാരനെ ഈ പെട്ടകത്തിൽ തൊട്ട് സംരക്ഷിച്ച ആളെന്നുള്ള നിലയിൽ പുള്ളി എന്തോ പ്രശ്നം വന്നാൽ ഉടനെ കവണ് വീഴും. അത് പുള്ളിയുടെ പ്രത്യേകതയാണ്. അത് നാട്ടുകാർ കണ്ടിട്ടില്ല. അതല്ലേ അഭിഷക്തന്റെ ഗുണം. ഹല്ലേലൂയ. ആരും കാണാതെ കാലേ വീണ് കിടന്ന് കരയുന്ന ഒരു മോശയുണ്ട്. നീ ഏത് പ്രതിസന്ധി വന്നാലും വീണാ മതി കേട്ടോ, ബാക്കിയെല്ലാം തമ്പുരാൻ ചെയ്തോളൂ. മോശ കവണ് വീട് പറഞ്ഞു, കർത്താവേ, എൻ്റെ പെങ്ങളാ, അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് ഒരു ചെറിയ വിട്ടുവീഴ്ച കാണണം. തമ്പുരാൻ പറഞ്ഞടാ, ഒരപ്പൻ മോളെ തുപ്പിയാൽ 7 ദിവസം അശുദ്ധിയാണ്. ഇത് ഞാൻ തുപ്പിയ കേസ് എന്ന് പറഞ്ഞാൽ വെളിപ്പാടിന്റെ ഭാഷയിൽ ഞാൻ വായി നുമണ് കളഞ്ഞ കേസാ. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? എടാ, തമ്പുരാൻ തുപ്പിയന്റെ ഒന്നും പുറകെ നീ കൈവച്ച് പ്രാർത്ഥിച്ച് വിടുതെടുക്കാനായിട്ട് പോകരുത്. അത് തമ്പുരാൻ കൈകാര്യം ചെയ്യുന്നത് വരെ പാളയത്തിന് പുറത്ത് തന്നെ കിടക്കണം. മനസ്സിലാകുമെങ്കിൽ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചോണം. തമ്പുരാന്റെ കരം ചലിച്ചതിന്റെ ഒന്നും പുറകെ അഭിഷക്തൻ കരം വെക്കാൻ പോകരുത്. ഹല്ലേലൂയ. അത് 7 ദിവസം പാളയത്തിന് പുറത്ത് കിടക്കട്ടെ. നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഒറ്റ ഒരു സ്ത്രീയുടെ വീട്ടിലുണ്ടായ കുടുംബ പ്രശ്നം ഉണ്ടാക്കിയ പ്രശ്നം ഒരു നിമിഷം കൊണ്ട് മേഘം നിശ്ചലമായി. ചലിച്ചുകൊണ്ടിരുന്ന മേഘം നിശ്ചലമായി. കത്തിക്കൊണ്ടിരുന്ന ജ്വാല പോലെ കത്തിയ അല്ലിയ അഗ്നിസ്തംഭം നിശ്ചലമായി. കൂടാരക്കുറ്റികൾ ഉറച്ചു. 7 ദിവസം ഇസ്രായേലിന്റെ യാത്ര സ്റ്റക്കായി. ഹലോ, 30 ലക്ഷം പേരുടെ വാഗ്ദത്ത കനാനിലേക്കുള്ള യാത്ര ഒരു സ്ത്രീ കാരണം പാതി വഴിയിൽ മുടങ്ങി. മനസ്സിലാകുന്നവർ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. നീ ഉണ്ടാക്കുന്ന ചെറിയ കുടുംബത്തിലെ പ്രശ്നം ശുശ്രൂഷയ്ക്ക് നേരെ വിരൽ ചൂണ്ടി ഫലമെന്നറിയാമോ? വാഗ്ദത്ത കനാനിലേക്കുള്ള യാത്ര 7 ദിവസം സ്റ്റക്കായി. നിന്നെ വിളിച്ചത് മറ്റുള്ളവരുടെ വഴി അടയ്ക്കാനല്ല, മറ്റുള്ളവരുടെ വഴി മുടക്കാനല്ല. നിന്നെ വിളിച്ചത് വല്ല വിധേനയും വാഗ്ദത്ത കനാനിൽ ചെല്ലാനാ. ഇന്ന് രാവിലെ എത്ര പേര് കൊതിക്കുന്നുണ്ട്? ഏതെല്ലാം പ്രതിസന്ധി വന്നാലും ഞാൻ മൂലം ഒരുത്തന്റെ ആത്മീയ യാത്രയ്ക്ക് കേടുവരുത്തത്തില്ല, ഞാൻ അവന്റെ യാത്രയെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ളവര് ഇന്ന് രാവിലെ ദൈവത്തെ കരമടിച്ചൊന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറുപടി കേൾക്കണ്ടേ? അവർ സീൻ മരുഭൂമിയിലെത്തി. കാദേശിന്റെ കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോ അമ്മാമ കുഴഞ്ഞു വീണ് മരിച്ചു. അത് കഴിഞ്ഞ് യാത്ര തുടർന്നു. തൊട്ടടുത്ത പർവ്വതമായ കോർ പർവ്വതത്തിന് കയറ്റം കയറുമ്പോൾ അച്ചാൻ കുഴഞ്ഞു വീണ് മരിച്ചു. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഇപ്പൊ അങ്ങനെ പറഞ്ഞാലേ പിടികിടുന്നുള്ളൂ. എല്ലാ ദിവസവും വാർത്ത വരുന്നത് കുഴഞ്ഞു വീണ് മരിച്ചെന്നാണല്ലോ. സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്നല്ലേ നമ്മൾ വാർത്ത കേൾക്കുന്നത്. ശ്രദ്ധിച്ചേ, സിയോൻ യാത്ര മുടക്കിയ 2 പേരും പറ്റിയ കുഴപ്പം കേൾക്കണ്ടേ? വിളിച്ചത് കനാനിപ്പാനാ, വിളിച്ചത് വാഗ്ദത്തദേശത്ത് കാലുകുത്താനാ. പക്ഷെ ഇടയ്ക്ക് വെച്ചുണ്ടാക്കിയ ഒരു ചെറിയ പ്രശ്നം 7 ദിവസം പാളയത്തിന് പുറത്തായെന്ന് മാത്രമല്ല, കാദേശിൽ കുഴഞ്ഞു വീണു. അല്ലെങ്കിൽ കോർ പർവ്വതത്തിൽ കുഴഞ്ഞു വീണു. 2 അക്കരയ്ക്ക് പോയില്ല. ഇന്ന് വരെ അവരെ നോക്കിയിട്ട് യൂദ പറയാണ്, നീ വീഴല്ലേ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്നലകളിൽ വീണവരെ നോക്കി ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയുന്നു, പുതിയ നിയമ വിശ്വാസിയെ, നീ വീഴരുത്. ഏറ്റെടുക്കുന്നവര് മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. എത്ര വർഷം നടന്നെന്നല്ല, മന്ന തിന്നെന്നല്ല, ഇന്ന് പകൽക്കാലം സ്വർഗത്തിന് അറിയേണ്ടത് വീഴാതെ വണ്ണം. ഓ
ആരോടൊക്കെയോ ശക്തമായി ദൈവം ഇടപെടുകയാ. നിന്റെ കൃപ നഷ്ടപ്പെടുന്ന, നിന്റെ ആത്മീക യാത്രയ്ക്ക് മുടക്കം വരുന്ന ഒന്നിലും നീ ഇടപെടരുത്. ഈ 23-ന്റെ ഹല്ലേലൂയ പ്രാരംഭ സംയുക്ത സഭായോഗത്തിൽ എത്ര ദൈവമക്കൾ തീരുമാനമെടുക്കും? ഞാൻ വീഴാതെ വണ്ണം ഹല്ലേലൂയ വിശ്വസിക്കുന്നവർ മാത്രം ഈ പകൽ ഒരു സമർപ്പണത്തോടെ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ശത്രുവിന്റെ ലക്ഷ്യം നിന്നെ വീഴിക്കുക എന്ന് പോരെ. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ തീ ഇവിടെ കത്തണം. നിന്റെ നാവിനൊരു പരിച്ഛേദന ഉണ്ടാകണം, നിന്റെ എഴുത്തുകൾക്കൊരു പരിച്ഛേദന ഉണ്ടാകണം, നിന്റെ സംസാരങ്ങൾക്കൊരു പരിച്ഛേദന. ഹല്ലേലൂയ. ആദ്യ ആരാധനക്കാരൻ ആരാധന 8 നില പൊട്ടി താഴെ വീണു. ആരാധിക്കാൻ പോയവൻ സ്വന്തം സഹോദരനെ കൊണ്ട് കൊലപാതകനായി. അവന്റെ കാര്യം യൂദ പറയുകയാണ്, കായിന്റെ വഴി. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത വിലയാൻ ദ്രവ്യാഗ്രഹിയായി അവന്റെ പാത. ശുശ്രൂഷയ്ക്ക് വിളിച്ച് പാടാൻ സ്റ്റേജിൽ നിന്നവൻ മത്സരിയായി കോരക് അവന്റെ വഴി. വീണവരുടെ പട്ടികയാ കേട്ടോ. ഗായക സംഘത്തിന്റെ നേതാവാ കോരക്. ഏത് മലയെ പോയി പ്രവചിക്കുന്നവനാ വിലയാം. ഭയങ്കര ആരാധനക്കാരനാ കായീൻ. ഇവരെല്ലാം വീണ് തകർന്ന തരിപ്പണമായി. എഴുതിയിട്ട് നമ്മളോട് പറയുക, 2023 പ്രസംഗകനായ എന്നോടും കേൾവിക്കാരായ നിങ്ങളോടും ആത്മാവ് യൂദയിൽ കൂടെ പറയുക, നീ വീഴല്ലേ, നീ വീഴല്ലേ. ഇന്ന് പകൽ എത്ര പേര് തീരുമാനമെടുക്കും? ഏത് പ്രതിസന്ധി വന്നാലും കൃപയിൽ നിന്ന് വീഴത്തില്ല എന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവരാ ഈ പകൽ തീരുമാനത്തോടെ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. വീഴാതെ വണ്ണം എണ്ണി തിട്ടപ്പെടുത്തി ഇറങ്ങിയത് 6 ലക്ഷം പേരാ കേട്ടോ. പക്ഷെ അക്കരെ കയറാൻ 2 പേരെ ഉള്ളത്. ഇന്ന് പകൽക്കാലം നീ 2 പേരുടെ ഗണത്തിലോ അതോ 5,99,098 ആളിന്റെ ഗണത്തിലോ എന്ന് ഈ പകൽ തീരുമാനിച്ചോണം. ഭൂരിപക്ഷം ഇവിടെ ന്യൂനപക്ഷമേ ഉള്ളൂ. അക്കരെ കയറിയ 2 പേരുടെ കൂടോ വീണ 5,99,098 പേരുടെ കൂടോ എന്ന് നീ ഇന്ന് പകൽ തീരുമാനിച്ചോണം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഇത് ദൃഷ്ടാന്തമായി നമുക്ക് എഴുതിയിരിക്കുന്നു. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ, ബാക്കി നിങ്ങൾ പറ, ഏതു സമയത്തും നമ്മളെ വീഴ്ത്തിക്കളയാൻ പുറകിലൊരു ശക്തിയുണ്ടെന്ന് ദൈവദാസൻ സെരൂബാബേലിനോടുള്ള ബന്ധത്തിൽ നമ്മളെ ഓർപ്പിച്ചു. പക്ഷെ നിനക്ക് നിൽക്കാൻ ഒറ്റ ആയുധമുള്ളൂ, കൃപ മാത്രം. ഹല്ലേലൂയ. നീ ഇന്ന് പകൽ പ്രാർത്ഥിക്കണത്, അപ്പാ ഞങ്ങൾ ഈ കൃപയിൽ നിന്ന് വീഴാതെ അന്ത്യശ്വാസം വലിക്കുന്നത് വരെ, അതല്ലെങ്കിൽ കാഹളം ധ്വനിക്കുന്നത് വരെ, അപ്പാ ഈ കൃപയിൽ നിൽക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാ. ഒരു നിമിഷം ആ കരം താക്കരുത്, ഒന്ന് ഉയർത്തിപ്പിടിച്ചു. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ പോകുകയാ. നിനക്കൊരിക്കലായി ലഭിച്ച ഈ ദൈവകൃപ എന്തിൻ്റെയെങ്കിലും പേര് പറഞ്ഞ്, ആരുടെയെങ്കിലും പേര് പറഞ്ഞ്, ഒരു വീട്ടുകാര്യം പറഞ്ഞോ, ഒരു സഭാകാര്യം പറഞ്ഞോ, ഒരു സംഘടനാ കാര്യം പറഞ്ഞോ, നിന്റെ കൃപയിൽ നിന്ന് നീ വീണു പോകരുത്. നീ ഉറക്കെ പറയപ്പാ, വീഴാതെ വണ്ണം നിന്റെ മഹിമയുള്ള സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിൽപ്പാൻ ശക്തി തരണമേ. ഒരു നിമിഷം എല്ലാവരും ദൈവത്തോടെ പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ദൈവത്തോടെ പ്രാർത്ഥിക്കട്ടെ. ദാവീദ് പറഞ്ഞു, വീഴുവാൻ തക്കവണ്ണം പിശാചന്റെ പുറകിൽ പ്രവർത്തിച്ചെങ്കിലും എന്റെ തമ്പുരാൻ എന്നെ താങ്ങുകയാൽ ഞാൻ വീണില്ല. ഇന്ന് പകൽക്കാലം വീഴിക്കാൻ പിശാച് പല പദ്ധതി നോക്കിയാലും വീഴാതെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കരം ഇവിടെ നിനക്ക് അനുകൂലമാ. ഏറ്റെടുക്കുന്നവരെ കരമൊന്ന് ചേർത്തടിച്ചൊരു നിമിഷം. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കണ്ണുകളും അടയ്ക്കാം. സ്വർഗീയ രാജാവേ, ഇന്ന് പകൽ ഈ അനുഗ്രഹീതമായ സംയുക്ത സഭായോഗത്തിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ അഭിമാനമായ ശ്രേഷ്ഠ ദൈവദാസന്മാർ നിരന്നിരിക്കുന്ന വേദിയിൽ ദൈവാത്മാവ് ഞങ്ങളെ ഓർപ്പിച്ച ഒരേ ഒരു കാര്യം, വീഴാതെ നിൽക്കുവാൻ
കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ പാദപീഠം അഭയം ചേരുകയാണ്. പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ, വെല്ലുവിളികളിൽ, ആത്മീക പോരാട്ടങ്ങളിൽ, ആത്മീക യുദ്ധങ്ങളിൽ ഞങ്ങൾ വീഴാതെ നിൽക്കുവാൻ ആവശ്യമായ എല്ലാ ദൈവകൃപയും ഞങ്ങളുടെ മേൽ പകരണമേ. യേശുവിന്റെ നാമം ചൊല്ലി ഈ സെന്ററിനെ, അങ്ങയുടെ അഭിഷക്ത ഗണത്തെ, അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.